ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവില്ലല്ലോ, ആരൊരാൾ അഡ്മിറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മോനും ഇവിടെ അഡ്മിറ്റാണ് കേട്ടോ. മോൻക്ക് ചെറുതല്ല കേട്ടോ, കുറച്ച് വലിയൊരു കുരുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് കുറച്ച് വലിയ സൈസുള്ളതാണ്, നല്ല പഴുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ അഡ്മിറ്റായി. അത് ഒന്ന് കീറിയെടുത്തിട്ട് ഫുള്ളതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്ത് കേട്ടോ. സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, പുലർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തെങ്കിലും പറയേ ഉറങ്ങിയിട്ടില്ല. എൻ്റെ വേദന ആയിട്ട് പേടിച്ചിട്ടല്ലേ, ഇത് ചെയ്യും എന്നുള്ള പേടി. എന്തിനെങ്ങനെ കരഞ്ഞേ? എന്ത് കരച്ചിലാ കഴിച്ച് കരഞ്ഞേ? ആർപ്പും വിളി ഉണ്ടാക്കിയാ അറിയോ? ഇപ്പം എങ്ങനെ വേദന ഉണ്ടോ നമുക്ക്? ഇതിനെന്താ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന? നമുക്ക് എന്താ സങ്കടം? എന്താ അതിനെങ്ങനെ കരയണോ? വീട്ടിൽ നമ്മൾ നാളെ പോവും, ഇന്ന് പോയില്ലേ നാളെ പോവും. ഞാനൊന്നും ഒരു ചെയ്യൂല, എൻ്റെ ഒക്കെ ചെയ്തില്ല, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യില്ല കേട്ടോ. അത് കുഴപ്പമില്ല, വേദനയുള്ള പരിപാടിയേ അല്ല. ചൂടുള്ള വെള്ളം തട്ടുമ്പോൾ നല്ല സുഖം ഉണ്ടാവുക. പിന്നെന്താ, എന്തിനെങ്ങനെ കരയണേ? ഇത് ചെയ്തത് മുതൽ ഇങ്ങനെ കരയാ. ടെൻഷൻ അടിക്കാൻ പാടില്ല. നമ്മൾ ആ മുറി വേഗം ഉണങ്ങണ്ടേ. നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. എങ്ങനെയായാലും നമ്മൾ വീട്ടിലേക്ക് പോകും. ഇന്ന് പോയില്ലെങ്കിൽ നാളെങ്കിൽ നമ്മൾ പോകും കേട്ടോ. കരയരുത്. ഇമ്മല്ലേ കൂടെ, പിന്നെന്തിനെങ്ങനെ കരയുന്നേ? അപ്പം അവനക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അവനെ എങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ അവൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാം. കാരണം അവന് അങ്ങനെ അഡ്മിറ്റ് ആവലൊന്നുമില്ല. അപ്പോൾ അവനക്ക് ഭയങ്കര സങ്കടം. ചെയ്ത സമയത്ത് നല്ല വേദനയായിരുന്നു കേട്ടോ. അപ്പം ആൾ ഭയങ്കര മൂഡൗട്ടിലാണ്. ഒന്ന് വേഗം വീട്ടിലെത്തി കിട്ടിയാൽ മതി മാന്ന് പറയുന്നുണ്ട്. ഇത് രാത്രി കേട്ടോ. രാത്രി ഞങ്ങൾ മസാല ദോശയായിരുന്നു വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കത് കൊടുക്കാമെന്ന് വിചാരിച്ച്, എനിക്ക് കഴിക്കത്തുള്ളതുകൊണ്ട് തന്നെ വാരി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മസാല ദോശ കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആൾക്കങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നാട്ടോ ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവനിങ്ങനെ ഫുഡ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശപ്പുണ്ട്, നല്ല സങ്കടമുണ്ട്, നല്ല വേദനയുണ്ട്, എല്ലാം കൂടി വന്നതാണ്. അപ്പം ഇങ്ങനെ ഇതാ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ ഓറഞ്ചൊക്കെ ഇങ്ങനെ തോലിച്ചങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ശേഷം പിന്നെ വേഗം ഉറങ്ങി. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അവന് ആകെ വേദനൻ്റെയും അതുപോലെ തന്നെ ഇത് ചെയ്യണ്ടേ എന്നുള്ള അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറണം എന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ ടെൻഷനിൽ തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെ. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഇതൊക്കെ തൊലിച്ച് അവനക്ക് കൊടുത്തുങ്ങാണ്ട് വേഗം ഉറക്കാമെന്ന് വിചാരിച്ചിട്ടോ. പാവല്ല, അല്ലെങ്കിൽ തന്നെ ടെൻഷനില്ല. എന്നാലും അത് ചെയ്തതിൻ്റെ ശേഷം കുറേ മാറ്റമുണ്ട് കേട്ടോ. വേദനക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. പിന്നെതാ ഞാൻ രാവിലെ തന്നെ ചായ വാങ്ങാൻ പോവാണ് ഗായ്സ്. കണ്ടില്ലേ, പാത്രമൊക്കെ ആയിട്ട് നടക്കുക. അപ്പം ഇനി എന്തെങ്കിലും നമുക്ക് രണ്ടാക്കും ചായയും എന്തെങ്കിലും കടിയൊക്കെ ആയിട്ട് വാങ്ങിങ്ങാണ്ട് ഡോക്ടർ വരുന്നതിന് മുന്നേ ചായപ്പൊടി ഇതൊക്കെ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം അപ്പോൾ 8 മണിയാകുമ്പോൾ ഡോക്ടർ വന്ന് വാർഡിൽ വന്ന്
നോക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ചായ കുടിച്ച് ഫുള്ളും ഭയങ്കര ഇതാണ്. അവിടെയൊക്കെ നന്നാക്കി നല്ല ഡോക്ടർമാർ വരുമ്പോൾ നല്ല വൃത്തിക്കും വൃത്തിയായിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ സിസ്റ്റേഴ്സ് വന്ന് പറയും, രാവിലെ കേട്ടോ വന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ചായ വാങ്ങി. ഓനക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ റോളാട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ റോൾ തന്നെ വാങ്ങി. അതുപോലെ തന്നെ എനിക്കിഷ്ടം പത്തിരി. അപ്പോൾ എനിക്ക് പത്തിരിയും വാങ്ങി ഇങ്ങനെ പോകട്ടെ നമ്മൾ. പിന്നെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഡോക്ടർ വന്ന് അവനെ നോക്കിയപ്പം പറഞ്ഞ് മിടുക്കനാണ്, കുഴപ്പമൊന്നുമില്ല, ഇനി അത് 3 നേരമായി ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ കഴുകി ഉണക്കാനൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഡിസ്ചാർജ് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി ഗായ്സ്. ഡിസ്ചാർജ് പേപ്പറാണിത്. ഇത്രയുള്ളൂട്ടോ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം ഇനി നമ്മൾ കുറേ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ.